വെൽക്കം ടു ഇമ്പൾസ്. നമ്മൾ നോക്കാൻ പോകുന്ന ആൻറ്റി അഡ്രിനർജിക് ആൻഡ് സിമ്പത്തോലൈറ്റിക് ഡ്രഗ്സ് ആണ്. ആൻറ്റി അഡ്രിനർജിക് അതായത് അഡ്രിനർജിക്കിന് എഗെയിൻസ്റ്റ് അല്ലെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആക്ഷൻ തരുന്നതാണ്. സോ ഇത് രണ്ടും ബ്ലോക്ക് ദ ആക്ഷൻ ഓഫ് സർക്കുലേറ്റിംഗ് കാറ്റക്കോളമൈൻ അല്ലെങ്കിൽ എപ്പിനെഫ്രിനും നോൺ എപ്പിനെഫ്രിൻ്റെയും ആക്ഷനെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി ഇത് ചെയ്യുന്നത് കേട്ടോ. അതായത് ഇൻഹിബിഷൻ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ നമുക്ക് ജസ്റ്റ് ആൻറ്റി അഡ്രിനർജിക് ഡ്രഗ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. സോ അഡ്രിനർജിക് റിസപ്റ്റർ അഗോണിസ്റ്റ് ഉണ്ട്, പിന്നുള്ളത് ബാക്കിയെല്ലാം സെയിം ആണ്. ഡ്രഗ് ഇൻഹിബിറ്റിംഗ് എനി സിന്തസിസ്, ഡ്രഗ് ഇൻഹിബിറ്റിംഗ് എനി സ്റ്റോറേജ് ആൻഡ് ഡ്രഗ് ഇൻഹിബിറ്റിംഗ് എനി റിലീസ്. സോ അഡ്രിനർജിക് റിസപ്റ്റർ അഗോണിസ്റ്റ് തന്നെ ആൽഫ റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റ് എന്ന് പറഞ്ഞ് ഫർദർലി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇത് ഓൾഡ് ഇംഗ്ലീഷ് മെഡിക്കൽ കെമിസ്ട്രിയിലൊക്കെ പഠിക്കുന്നതാണ്. അത്യാവശ്യം ഒരു വലിയൊരു ക്ലാസിഫിക്കേഷനാണ്, മാക്സിമം ഡ്രഗ്സിൽ വെച്ച് പഠിച്ചു പോവുക. സോ നമുക്ക് സിമ്പത്തോലൈറ്റിക് ഡ്രഗ്സിനെ നമുക്ക് പെരിഫറൽ സിമ്പത്തോലൈറ്റിക് ഡ്രഗ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആൽഫ അഡ്രിനോ റിസപ്റ്റർ ആൻഡ് ബീറ്റ അഡ്രിനോ റിസപ്റ്റർ അഗോണിസ്റ്റ് ആയിട്ടാണുള്ളത്. ഇത് രണ്ടും എന്ത് ചെയ്യുന്നു, നോർ എപ്പിനെഫ്രിന്, അതായത് നമ്മുടെ ഏതാണോ എഫക്റ്റഡ് ഓർഗൻ, ഇപ്പോൾ ഹാർട്ടാണോ ബ്ലഡ് വെസലാണോ അവിടെ എന്ത് ചെയ്യുന്നു, ബ്ലോക്ക് ചെയ്യുവാണ് ചെയ്യുക. പിന്നെ ഗാംഗ്ലിയോണിക് ബ്ലോക്കർ ഉണ്ട്, പേര് പറയുന്ന പോലെ തന്നെ ഡ്രഗ് ബ്ലോക്ക് ദ ഇമ്പൾസ് ട്രാൻസ്മിഷൻ അത് സിമ്പതറ്റിക് ഗാംഗ്ലിയ. സോ സിമ്പതറ്റിക് ഗാംഗ്ലിയയിൽ ഇമ്പൾസിൻ്റെ ട്രാൻസ്മിഷനെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ സെൻട്രലി ആക്ടിങ് സിമ്പതലൈറ്റിക് ഡ്രഗ് ഉണ്ട്, മെഡിക്കേഷൻ ദാറ്റ് ബ്ലോക്ക് സിമ്പത്തറ്റിക് ആക്ടിവിറ്റി വിത്തിൻ ദ ബ്രെയിൻ. സോ ബ്രെയിനകത്ത് തന്നെ എന്ത് ചെയ്യുന്നു, നമ്മുടെ സിമ്പത്തറ്റിക് ആക്ടിവിറ്റി ബ്ലോക്ക് ചെയ്യുന്ന നമ്മൾ സെൻട്രലി ആക്ടിങ് സിമ്പത്തോ ലൈറ്റിക് ഡ്രഗ് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ മേജർ ക്ലാസിഫിക്കേഷൻ്റെ ഓരോ ഡെഫിനേഷനായിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. സോ നോൺ സെലക്റ്റീവ് ആൽഫ അൻറ്റഗോണിസ്റ്റ് ഉണ്ട്, അതിൽ ഫിനോക്സി ബെൻസാമൈനെ പഠിക്കാനുള്ളത്. സോ ബേസിക്കലി ഫിനോക്സിൻ ബെൻസാമൈൻ ഫീനൈൽ മീഥൈൽ അമീൻ്റെ ക്ലാസിഫിക്കേഷൻ അണ്ടറിലാണ് വരുന്നത്, ഓർഗാനിക് കോമ്പൗണ്ട് ആയിട്ടുള്ളത്. ലോങ്ങർ ആക്ടിങ് അഡ്രിനർജിക് ആൽഫ റിസപ്റ്റർ ബ്ലോക്കിംഗ് ഏജന്റ് ആണ്. ശ്രദ്ധിക്കണേ, ആൽഫ റിസപ്റ്റർ ബ്ലോക്കിംഗ് ഏജന്റ് ആണ്. സോ മെക്കാനിസം ഓഫ് ആക്ഷൻ പറയുവാണെങ്കിൽ ബ്ലോക്ക് ദ ആൽഫ റിസപ്റ്റർ ഇൻ സെർട്ടൻ ബോഡി പാർട്ട് ഓഫ് ദ ബോഡി. ബേസിക്കലി മസിൽ ലൈനിങ്സുകൾ അല്ലെങ്കിൽ മസിൽ റിലാക്സേഷൻ, ബ്ലഡ് വെസൽ വൈഡനിങ് ഒക്കെയാണ് ഇവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. യൂസ് പറയുവാണെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, വാസോഡൈലേഷൻ അല്ലെങ്കിൽ ഫിയോക്രോമോസൈറ്റോമ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ മ്യൂക്കസ് മെമ്പറിൽ ബ്ലഡ് ഫ്ലോ കൂട്ടുക എന്നുള്ളതാണ്. ഒന്നും കൂടെ പറയാം, ആൽഫ റിസപ്റ്റർ ബ്ലോക്കിംഗ് ഏജന്റ് ആണ്. ഒരുപാട് പോർഷനിൽ ആൽഫ റിസപ്റ്റർ ഉണ്ടെങ്കിൽ ബ്ലോക്ക് ചെയ്യാണ് ചെയ്യുക. ബ്ലഡ് വെസൽസിൻ്റെ അവിടെ മസിൽ റിലാക്സേഷൻ, ബ്ലഡ് വെസലിംഗ് വൈഡനിങ് ഒക്കെയാണ് ഉള്ളത്. ഈ നോൺ സെലക്റ്റീവ് ആൽഫ അൻറ്റഗോണിസ്റ്റ് ഉണ്ട്, ഫെൻഡോലമൈൻ ആണ്. ഒരു നോൺ സെലക്റ്റീവ് ആൽഫ അഡ്രിനർജിക് ആൻറ്റഗോണിസ്റ്റ് ആണ്, നോൺ സെലക്റ്റീവ് ആണ്. പേര് പറയുന്ന പോലെ തന്നെ മെക്കാനിസം ആക്ഷൻ ആൽഫ അഡ്രിനർജിക് റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യുക, കോമ്പറ്റേറ്റീവ് ബ്ലോക്ക് ചെയ്യുക. മറന്നുപോലെ ഞാൻ ഓൾറെഡി കോമ്പറ്റേറ്റീവ് എന്താ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. കോമ്പറ്റേറ്റീവ് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതുമാത്രമല്ല വിത്ത് റിലേറ്റീവ്ലി ട്രാൻസിൻ ആൻഡ് ഇൻകംപ്ലീറ്റ് ബ്ലോക്കിംഗ് എഫക്ട്. സോ കോമ്പറ്റേറ്റീവ്ലി ആയതുകൊണ്ട് തന്നെ എന്താണ്, ഒരു ഇൻകംപ്ലീറ്റ് ബ്ലോക്കിംഗ് എഫക്റ്റ് ആണുള്ളത്, അത് പാർഷ്യൽ ബ്ലോക്കിംഗ് എഫക്റ്റ് ആണുള്ളത്. സോ ഹൈപ്പർ ടെൻസി എമർജൻസി ആൻഡ് ഫിയോക്രോമോസൈറ്റോമയ്ക്കൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് എന്നുള്ളതാണ്. സോ മറന്നു പോകരുത്, ഇത് നോൺ സെലക്റ്റീവ് ആണ് എന്നുള്ളതും കൂടെ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ അത് മാത്രമല്ല ഡോസേജ് അത്ര വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. സോ ബേസിക്കലി നിങ്ങൾക്ക് സംശയം ഉണ്ടാവും എന്താണ് ഫിയോക്രോമോസൈറ്റോമ എന്നുള്ളത്. സോ ബേസിക്കലി സ്മോൾ ഗ്ലാൻസ്, നമ്മുടെ കിഡ്നിയുടെ മേലുള്ള സ്മോൾ ഗ്ലാൻഡ് ഇല്ലേ, അഡ്രിനൽ ഗ്ലാൻഡ് ഇല്ലേ, അവിടെ ഡെവലപ്പ് ആവുന്നത് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ഹോർമോൺ സെക്രഷൻ ട്യൂമറിനെയാണ് നമ്മൾ എന്ത് പറയുക, അല്ലെങ്കിൽ അവിടെ ഡെവലപ്പ് ആവുന്ന ചെറിയൊരു എന്താണ് ഒരു സെൽ അല്ലെങ്കിൽ ടിഷ്യൂ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഹോർമോൺ സെക്രീറ്റിംഗ് ട്യൂമേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫിയോക്രോമോസൈറ്റോമ എന്ന് പറയാം കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് എഗോട്ടാമൈൻ ആണ്. സോ എഗോട്ടാമൈൻ ഒരു വാസോ കൺസ്ട്രക്ടർ ആൻഡ് ആൽഫ അഡ്രിനോ റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റ് ആണ്. ഒന്നും കൂടെ പറയാം, എർഗോട്ടാമൈൻ വാസോ കൺസ്ട്രക്ടറും ആൽഫ അഡ്രിനോ റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റ് ആണ്. മെക്കാനിസം ഓഫ് ആക്ഷൻ പറയുവാണെങ്കിൽ ഇറ്റ് ആക്ട് ഓൺ മൈഗ്രെയിൻ ത്രൂ ആക്ടിവേഷൻ ഓഫ് 5-HT1B റിസപ്റ്റർ. സോ 5-HT1 റിസപ്റ്ററിനെ എന്ത് ചെയ്യുന്നു, ആക്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. മൈഗ്രെയിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഓൺ ഇൻട്രാക്രൈനൽ ബ്ലഡ് വെസൽ. സോ എവിടെയാണ്, ഇൻട്രാക്രൈനൽ ബ്ലഡ് വെസൽസിലാണ്. ആൻഡ് 5-HT1D റിസപ്റ്ററിലാണ് ഓൺ സെൻസറി നെർവ് എൻഡിങ് ഓൺ ട്രൈജമൽ സിസ്റ്റം. സോ നമ്മുടെ സെൻസറി നെർവ് എൻഡിങ്ങിൽ, ട്രൈജമൽ സിസ്റ്റത്തിൽ സെൻസറി നെർവ് എൻഡിങ്ങിൽ HT1D റിസപ്റ്ററിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബൈൻഡ് ചെയ്യാറുണ്ട്. സോ ഫാർമക്കോളജിക്കൽ ആക്ഷൻ പറയുവാണെങ്കിൽ പാർഷ്യൽ അഗോണിസ്റ്റ് അല്ലെങ്കിൽ ആൻറ്റഗോണിക് ആക്ടിവിറ്റി ആണ് എന്നുള്ളതാണ്. ഇപ്പോൾ ബേസിക്കലി സെർട്ടൻ ബ്ലഡ് വെസൽസിൻ്റെ ഒക്കെ ക്രേനിയൽ ബ്ലഡ് വെസൽസിൽ ആക്ട് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ എക്സ്ട്രാ ക്രേനിയൽ ബ്ലഡ് ഫ്ലോ ഒക്കെ കുറയ്ക്കാറുണ്ട് എന്നുള്ളതാണ്. എഗോട്ടാമിൻ നിങ്ങൾ ഫാർമക്കോഗ്നോസിലൊക്കെ പഠിക്കും കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് ആൽഫ 1 ആൻറ്റഗോണിസ്റ്റ് ആണ്, പ്രസോസിനാണ്. പേര് പറയുന്ന പോലെ തന്നെ ആൽഫ 1 അഡ്രിനർജിക് റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റ് ആണ്. അത് മാത്രമല്ല ആൽഫ 1 ആൽഫ 2 സെലക്റ്റീവ് റേഷ്യോ ഉണ്ട് കേട്ടോ, 1000:1 ആണ്. സോ ഇതൊക്കെ കോമ്പറ്റേറ്റീവ് എക്സാമിനെ ചോദിക്കുള്ളൂ, ഇവിടെ ഒന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. സോ ആൽഫ 1 അഡ്രിനർജിക് റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റ് ആണെന്ന് മനസ്സിലാക്കി വെക്കാം.
മെക്കാനിസം പറഞ്ഞതുപോലെ ഇറ്റ് ഇൻഹിബിറ്റ് പോസ്റ്റ് സിനാപ്റ്റിക് ആൽഫ 1 അഡ്രിനോ റിസപ്റ്റർ ഓൺ വാസ്കുലർ സ്മൂത്ത് മസിൽ ബ്ലോക്കിംഗ് ദ വാസോ കൺസ്ട്രിക്ടർ എഫക്റ്റ് ഓൺ ദി കാറ്റക്കോളമൈൻ. സോ ബേസിക്കലി എങ്ങനെയാണ് ചെയ്യുന്നത്, അതായത് പോസ്റ്റ് സിനാപ്റ്റിക് ആൽഫ 1 അഡ്രിനോ റിസപ്റ്ററിലെ വാസ്കുലർ സ്മൂത്ത് മസിലിലെ അവിടെ പോയിട്ട് ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. യൂസ് പറയുകയാണെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, പ്രോസ്റ്റേറ്റിക് ഹൈപ്പർപ്ലാസിയയിലേക്ക് ഉപയോഗിക്കാറുണ്ട്. പിന്നെ അത് മാത്രമല്ല ഫിനോസൈറ്റോക്രോമയിലെ മാനേജ്മെൻറ്റിനും യൂസ് ചെയ്യാറുണ്ട്. ഓൾറെഡി അറിയാമല്ലോ എന്താണ് ഞാൻ പറഞ്ഞു തന്നായിരുന്നു. സോ നെക്സ്റ്റ് വൺ സെലക്റ്റീവ് ആൽഫ 1 അൻറ്റഗോണിസ്റ്റ് ആണ്. പേര് പറയുന്നത് പോലെ സെലക്റ്റീവ് ആൽഫ 1 ആണ്, ട്രസോസിനാണ്. സോ ബേസിക്കലി ഫസ്റ്റ് ആൽഫ 1 റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റ് ആണ് എന്നുള്ളത് മറന്നു പോകരുത്. മെക്കാനിസം ആക്ഷൻ ആൽഫ 1 റിസപ്റ്റർ ആക്ടിവേഷനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെ മസിൽ റിലാക്സേഷനൊക്കെ ഉണ്ടാകുന്നു. യൂസ് പറയുവാണെങ്കിൽ BPH പ്രോസ്റ്റേറ്റിക് ഹൈപ്പർപ്ലാസിയയ്ക്ക് നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ ഹൈപ്പർ ടെൻഷൻ നമ്മൾ കൊടുക്കാറുണ്ട് എന്നുള്ളതാണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് ആൽഫ 2 സെലക്റ്റീവ് ആൻറ്റഗോണിസ്റ്റ് ആണ്, യോഹിംബിനാണ്. ഇതിന് മെയിനായിട്ട് കാർഡിയോ വാസ്കുലർ എഫക്റ്റ് ഉണ്ട്. അതായത് നമ്മളെ ബ്ലഡ് വെസൽസ് ഒക്കെ ഇല്ലേ, അതൊക്കെ ആണെങ്കിൽ അവിടെയൊക്കെ ആക്ട് ചെയ്യാറുണ്ട്. സോ പിന്നെ അതുമാത്രമല്ല റിസർപ്പിൻ പോലുള്ള നാച്ചുറൽ സോഴ്സുകൾ റിസർപ്പിൻ പോലെയൊക്കെ ലൈക്ക് വീക്കർ ആൻഡ് ഷോർട്ടർ ഡ്യൂറേഷനിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ്. നെർവസ് സിസ്റ്റം എഫക്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. സിമ്പത്തറ്റിക് ആക്ടിവിറ്റി കുറക്കും എന്നുള്ളതാണ്. ആൻഡ് പെരിഫറൽ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിലും എന്ത് ചെയ്യാറുണ്ട്, ആക്ടിവിറ്റി ഇൻ ദ പെരിഫറൽ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം, അതായത് പാരാസിമ്പത്തറ്റിക് ആക്ടിവിറ്റി കൂട്ടുകയും ചെയ്യുന്നു. അതുമാത്രമല്ല സിമ്പത്തറ്റിക് ആക്ടിവിറ്റി കുറയ്ക്കുകയും ചെയ്യുന്നു. എവിടെ? ഇൻ പെരിഫറൽ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. ഒന്നും കൂടെ പറയാം, പെരിഫറൽ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിൽ സിമ്പത്തറ്റിക് ആക്ടിവിറ്റിയെ കുറക്കുന്നു, പാരാസിമ്പത്തറ്റിക് ആക്ടിവിറ്റിനെ കൂട്ടുന്നു എന്നുള്ളതാണ്. ഹോർമോണൽ എഫക്റ്റ് പറയുവാണെങ്കിൽ മൈൽഡ് ആൻഡ് ഡയറോട്ടിക് ആക്ഷൻ ഉള്ളത്, ലൈക്ക് വിയ സ്റ്റിമുലേഷൻ ഓഫ് ദി ഹൈപ്പോതലാമിക് സെൻറ്റർ. ഹൈപ്പോതലാമിക് സെൻറ്ററിൽ എങ്ങനെയാണോ ആക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു മൈൽഡ് ആൻറ്റി ഡയറോട്ടിക് ആക്ഷൻ ഉണ്ട്. ആൻഡ് റിലീസ് ഓഫ് പോസ്റ്റർ പിറ്റ്യൂട്ടറി ഹോർമോൺ. അതുമാത്രമല്ല പോസ്റ്റർ പിറ്റ്യൂട്ടറി ഹോർമോൺ എന്ത് ചെയ്യാറുണ്ട്, അത് റിലീസ് ചെയ്യാറുണ്ട്. അപ്പോൾ കാർഡിയോവാസ്കുലർ എഫക്റ്റ്, നെർവസ് സിസ്റ്റം എഫക്റ്റ് ആൻഡ് ഹോർമോണൽ എഫക്റ്റ് ആണ്. സോ നെക്സ്റ്റ് വൺ ഈസ് കമ്പൈൻഡ് ആൽഫ ആൻഡ് ബീറ്റ അൻറ്റഗോണിസ്റ്റ്. രണ്ടും ഒരുമിച്ചുള്ളതാണ്, ലബറ്റിലോളാണ് കൂടുതൽ കോമൺലിയൊക്കെ ഉപയോഗിക്കാറുണ്ട്. സോ ലബറ്റിലോൾ ആൽഫയും ബീറ്റ അഡ്രിനർജിക് റിസപ്റ്ററിനെ എന്ത് ചെയ്യാറുണ്ട്, ബ്ലോക്ക് ചെയ്യാറുണ്ട്. ആൻറ്റി ഹൈപ്പർടെൻസീവ് ഡ്രഗാണ്, കോമൺലി യൂസ് ചെയ്യുന്ന ഡ്രഗാണെന്നുള്ളതാണ്. സോ ബേസിക്കലി നമ്മൾ ഡ്രഗ് കൊടുക്കുമ്പോൾ റിസപ്റ്റർ ഇൻ ദ മയോകാർഡിയം, വാസ്കുലർ സ്മൂത്ത് മസിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, പോയിട്ട് ബ്ലോക്ക് ചെയ്യാറുണ്ട്. എഫക്റ്റ് പറയുവാണെങ്കിൽ BP കൊടുക്കാറുണ്ട്. പിന്നെ അത് മാത്രമല്ല റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ്, കാർഡിയക് ഔട്ട്പുട്ടൊക്കെ വലിയ റെസിസ്റ്റൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പറ്റും. അപ്പോൾ ഡുവൽ ആക്ഷൻ ആണ്, മറന്നു പോയത്. ആൽഫ ആൻഡ് ബീറ്റ അഡ്രിനർജിക് റിസപ്റ്റർ ആക്ടിങ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. മെക്കാനിസം പറയുവാണെങ്കിൽ ആൽഫ 1 ബ്ലോക്ക് ചെയ്യുന്നു, നോൺ സെലക്റ്റീവ്ലി ബീറ്റ അഡ്രിനർജിക് റിസപ്റ്റർ ഓഫ് മയോകാർഡിയം ആൻഡ് വാസ്കുലർ സ്മൂത്ത് മസിലാണ്. ഈ രണ്ട് കാര്യങ്ങൾ മറന്നു പോകരുത്. സോ നോൺ സെലക്റ്റീവ് ബീറ്റ ആൻറ്റഗോണിസ്റ്റ് പ്രൊപ്പനോളാണ്. ഇതും ഏകദേശം നോൺ സെലക്റ്റീവ് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. സോ ബേസിക്കലി കാറ്റക്കോളമൈൻ കോമ്പീറ്റ് വിത്ത് കാറ്റക്കോളമൈനുമായിട്ട് കോമ്പീറ്റ് ചെയ്തിട്ട് ഫോർ ബീറ്റ 1 അഡ്രിനർജിക് റിസപ്റ്റർ. ഇവിടെയാണ് ബീറ്റ 1 അഡ്രിനർജിക് റിസപ്റ്റർ ഇരിക്കുവാണെങ്കിൽ എന്ത് ചെയ്യുന്നു, ഇവിടെ കാറ്റക്കോൾ ഉണ്ടെന്ന് വെച്ചോളൂ, കാറ്റക്കോളും പ്രൊപ്പനോളും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, കോമ്പീറ്റ് ചെയ്ത് ആണ് പോയിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. ഹാർട്ട് റേറ്റ് കുറയ്ക്കുന്നു, കാർഡിയക് ഔട്ട്പുട്ട് കുറയ്ക്കുന്നു, BP കുറയ്ക്കുകയാണ് ചെയ്യുക. സോ ബയോകാർഡിയൽ ഇൻഫാക്ഷൻ, അരിത്തീമിയ, അഞ്ചൈനയ്ക്കൊക്കെ നമ്മൾ നോർമലി കൊടുക്കാറുണ്ട് എന്നുള്ളതാണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഇസ് അറ്റനലോൾ ആണ്. ഇത് കോമ്പറ്റേറ്റീവ് ബീറ്റ 1 സെലക്റ്റീവ് അഡ്രിനർജിക് ആൻറ്റഗോണിസ്റ്റ് ആണ്. ഒരു മോഡറേറ്റ് ലിപ്പിഡ് സോലബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അതുമാത്രമല്ല സെലക്റ്റീവ് ബ്ലോക്കർ കാർഡിയക് ബീറ്റ 1 അഡ്രിനർജിക് റിസപ്റ്റർ അറ്റ് ലോ ഡോസ്, കുറച്ച് ഡോസിൽ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് എല്ലാ ഡ്രഗും ചിലപ്പോൾ ഡോസ് ഡിപ്പെൻഡൻ്റ് ആകണം എന്നില്ല കേട്ടോ. എന്നാൽ കുറേയൊക്കെ ഡോസ് ഡിപ്പെൻഡൻ്റ് ആണ് എന്തായാലും. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്കവാറും ഡ്രഗ് ഡോസ് ഡിപ്പെൻഡൻ്റ് ആണ്, 2-3 ഡൂൽ ആക്ഷൻസ് ഉണ്ടെങ്കിൽ. അപ്പം ബീറ്റ 1 അഡ്രിനർജിക് റിസപ്റ്റർ ആവാൻ വേണമെങ്കിൽ ലോ ഡോസിൽ അറ്റനോൾ കൊടുത്താൽ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. പിന്നെ അറ്റനോളിൻ്റെ യൂസ് പറയുകയാണെങ്കിൽ മയോകാർഡിയൽ ഇൻഫാക്ഷൻ, ഹാർട്ട് ഫെയിലിയർ, അഞ്ചൈന പെക്ടോറസിന്, ഹൈപ്പർ ടെൻഷനൊക്കെ കൊടുക്കാറുണ്ട്. സോ ബേസിക്കലി നിങ്ങൾ ഡ്രഗ് പഠിക്കുമ്പോൾ ഒരു 4-5 ഒക്കെ പഠിച്ചാൽ മതി, അധികം വാരിക്കോരി പഠിക്കണ്ട. സോ നിങ്ങൾക്ക് ഏത് ക്ലാസിഫിക്കേഷൻ്റെ അണ്ടറിലാന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിന് അത് എഴുതാൻ പറ്റും. സോ നെക്സ്റ്റ് പറയാൻ പോകുന്ന ഡ്രഗ്സ് ഇൻഹിബിറ്റിംഗ് നോർ എപ്പിനെഫ്രിൻ സിന്തസിസ്. അതായത് നമ്മൾ നോർ എപ്പിനെഫ്രിൻ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ്. എക്സാമ്പിൾ മീഥൈൽ ഡോപ്പയാണ്. സോ മീഥൈൽ ഡോപ്പ ആൽഫ 2 അഡ്രിനർജിക് അഗോണിസ്റ്റ് ആണ് വിത്ത് ബോത്ത് സെൻട്രൽ ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം എഫക്ട്. അതായത് സെൻട്രലും പെരിഫറൽ നെർവസ് സിസ്റ്റം എഫക്റ്റ് ഉള്ള ഡ്രഗാണ് മീഥൈൽ ഡോപ്പ. എവിടെയാണ് ആൽഫ 2 അഡ്രിനർജിക് അഗോണിസ്റ്റിനെയാണ് എന്ത് ചെയ്യുന്നത്, മീഥൈൽ ഡോപ്പ ബേസിക്കലി നോക്കുന്നത്. ആൻഡ് മെക്കാനിസം ഓഫ് ആക്ഷൻ പറയുവാണെങ്കിൽ ഇൻഹിബിറ്ററി ആൽഫ അഡ്രിനർജിക് റിസപ്റ്റർ ആണ്. സ്റ്റിമുലേറ്റ് ഇൻഹിബിറ്ററി ആൽഫ അഡ്രിനർജിക് റിസപ്റ്ററിനെ എന്തെങ്കിലും സ്റ്റിമുലേറ്റ് ചെയ്യാണ് ചെയ്യുക. അങ്ങനെ സിമ്പത്തറ്റിക് ടോൺ എന്തെങ്കിലും കുറയ്ക്കുന്നു. ആൻഡ് നോർ എപ്പിനെഫ്രിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. സെറോട്ടോണിൻ പ്രൊഡക്ഷനെയും എന്ത് ചെയ്യുന്നു, ഇൻഹിബിറ്റ് ചെയ്യുന്നു. നോർ എപ്പിനെഫ്രിൻ സെറോട്ടോണിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. ആൻഡ്
സിമ്പത്തറ്റിക് ടോണ് ലൈക്ക് റെഡ്യൂസ് ചെയ്യുന്നു, ആൽഫ അഡ്രനർജിക് റിസപ്റ്ററിനെയും ഇൻഹിബിഷൻ ചെയ്യുന്നു എന്നുള്ളതാണ്. എഫക്റ്റ് പറയുവാണെങ്കിൽ മീഥൈൽ ഡോപ്പ് എന്ത് ചെയ്യുന്നു, ടോട്ടൽ പെരിഫറൽ റെസിസ്റ്റൻസ് കുറയ്ക്കുന്നു, BP കുറയ്ക്കുന്നു, പ്ലാസ്മ റെനിൻ ആക്ടിവിറ്റി കുറയ്ക്കുന്നു. സോ പ്രൈമറിലി യൂസ് പറയുവാണെങ്കിൽ ആൻറ്റി ഹൈപ്പർടെൻസീവ് ആക്ഷൻ ആണ്. അപ്പോൾ ഒന്നും കൂടെ പറയാം, മീഥൈൽ ഡോപ്പ് ആൽഫ 2 അഡ്രനർജിക് അഗോണിസ്റ്റ് ആണ്, സെൻട്രൽ പെരിഫറൽ നെർവസ് സിസ്റ്റം എഫക്റ്റ് ഉണ്ട്. സോ സെൻട്രലി ഇൻഹിബിറ്റിംഗ് ആൽഫ അഡ്രനർജിക് റിസപ്റ്റർ ആണ്, സിമ്പത്തറ്റിക് ടോൺ കുറയ്ക്കുന്നു, പിന്നെ നോറെപ്പിനെഫ്രിനെ ഇൻഹിബിഷൻ ചെയ്യുന്നു, സെറോട്ടോണിൻ പ്രൊഡക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു, BPക്ക് കൊടുക്കുന്നു, ആൻഡ് പെരിഫറൽ റെസിസ്റ്റൻസ് ഒക്കെ കുറയ്ക്കുന്നു എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് നോറെപ്പിനെഫ്രിൻ്റെ ഇൻഹിബിഷൻ സ്റ്റോറേജ് കുറയ്ക്കുന്നതാണ് റിസർപ്പിനാണ്. റിസർപ്പിന് ആൽക്കലോയിഡാണ് കേട്ടോ. നമ്മുടെ റിവോൾഫിയ സെർപെൻറ്റീന എന്ന് പറയുന്ന ഒരു നാച്ചുറൽ സോഴ്സ്, നമുക്ക് കിട്ടുന്ന ഒരു നാച്ചുറൽ സോഴ്സ് ഓഫ് ആൽക്കലോയിഡ് ആണെന്നുള്ളതാണ്. സോ നോറെപ്പിനെഫ്രിൻ്റെ സ്റ്റോറേജിനെ കുറയ്ക്കുകയാണ് ചെയ്യുക. സോ ഡിപ്ലീറ്റിംഗ് കാറ്റക്കോളമൈൻ ആൻഡ് സെറോട്ടോണിൻ ഫ്രം സെൻട്രൽ ആൻഡ് പെരിഫറൽ ആക്ഷൻ ഓഫ് ടെർമിനൽ. ശ്രദ്ധിക്കണേ, ഡിപ്ലീറ്റിംഗ് എവിടെയാണ്, കാറ്റക്കോളമൈൻ ആൻഡ് സെറോട്ടോണിൻ ഫ്രം ദ സെൻട്രൽ ആൻഡ് പെരിഫറൽ ആക്സോൺ ആണെന്നുള്ളതാണ്. ആക്ഷൻ പറയുവാണെങ്കിൽ inhibit ATP or Mg2+ pump responsible for subscripting neurotransmitter in the storage vesicles. സോ നമ്മുടെ സ്റ്റോറേജ് വെസിക്കിൾസിനകത്ത് എന്താണ് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കാനായിട്ട് കാരണമായിട്ടുള്ള ATP Mg2+ പമ്പില്ലേ, അതിനെ എന്ത് ചെയ്യുന്നു, ഈ റെസിപ്പൻ കയറി ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻറ്റി ഹൈപ്പർടെൻസീവ് ആണ്, ആൻറ്റി സൈക്കോട്ടിക് ഏജന്റ് ആണ്. അപ്പോൾ ഒന്നും കൂടെ പറയാം, ആൽക്കലോയിഡ് ആണ്, റിവോൾഫ് സെർപെൻറ്റീന. മെക്കാനിസം ആണെങ്കിൽ സ്റ്റോറേജ് വെസിക്കിളുള്ള നോറെപ്പിനെഫ്രിൻ്റെ അപ്ടേക്കിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. കാറ്റക്കോളമൈൻ ഡിപ്ലീഷൻ, സെറോട്ടോണിൻ ഡിപ്ലീഷൻ ആണെന്ന് ഓർക്കുക. ആക്ഷൻ പറയുവാണെങ്കിൽ ATP Mg2+ പമ്പിനെ റിസർപ്പിൻ ഇൻഹിബിഷൻ ആണ്. സോ ബേസിക്കലി സ്റ്റോറേജ് വെസിക്കിളിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു ഡിപ്ലീഷൻ നടക്കുന്നു എന്നുള്ളതാണ്. ആൻറ്റി ഹൈപ്പർടെൻസീവ് ആൻഡ് ആൻറ്റി സൈക്കോട്ടിക് ആണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ഡ്രഗ് ഇൻഹിബിറ്റിംഗ് നോറെപ്പിനെഫ്രിൻ റിലീസ്. സോ നോറെപ്പിനെഫ്രിൻ റിലീസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ്. സോ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ബ്രിട്ടിലിയം ആൻഡ് ഗ്വാനത്തിഡിൻ ആണ്. സോ ഈ ബ്രിട്ടിലിയം എന്ന് വെച്ചാൽ ബ്രോമോ ബെൻസിൽ ക്വാട്ടർണറി അമോണിയ കോമ്പൗണ്ട് ആണ്. ബ്രോമോ ബെൻസിൽ ക്വാട്ടർണറി അമോണിയ കോമ്പൗണ്ട് ആണ്. സോ സെലക്റ്റീവ് അക്യൂമുലേറ്റ് ഇൻ സിമ്പത്തറ്റിക് ഗാംഗ്ലിയൻ പോസ്റ്റ് ഗാംഗ്ലിയോണിക് അഡ്രെനർജിക് ന്യൂറോൺ. സോ എവിടെയാണ് സെലക്റ്റീവ്ലി അക്യൂമുലേറ്റ്സ്, എവിടെ, സിമ്പത്തറ്റിക് ഗാംഗ്ലിയയിലും പോസ്റ്റ് ഗാംഗ്ലിക് അഡ്രെനർജിക് ന്യൂറോൺസിലുമാണ് സെലക്റ്റീവ്ലി അക്യുമുലേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഇൻഹിബിറ്റ് നോറെപ്പിനെഫ്രിൻ റിലീസ് ബൈ ഡിപ്രസിങ് അഡ്രെനർജിക് നെർവ് ടെർമിനൽ എക്സൈറ്റബിലിറ്റി. സോ അത് ഇൻഹിബിറ്റ് ചെയ്യുന്നു, എവിടെ, നോറെപ്പിനെഫ്രിൻ്റെ റിലീസ് ഇല്ലേ അതിനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ്. അതെങ്ങനെ റിലീസ് ചെയ്യുന്നു, എങ്ങനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു, ഡിപ്രസിങ് അഡ്രെനർജിക് നെർവ് ടെർമിനൽ എക്സൈറ്റബിലിറ്റി, അതായത് നമ്മുടെ നെർവ് ടെർമിനലിൻ്റെ എക്സൈറ്റബിലിറ്റീനെ എന്ത് ചെയ്യുന്നു, കുറച്ചുകൊണ്ട് ഡിപ്രസ് ചെയ്ത് കൊണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, നോറെപ്പിനെഫ്രിൻ്റെ റിലീസ് നമ്മൾ കുറയ്ക്കുന്നത്. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യുന്നു, അങ്ങനെയാണ് ബ്രിട്ടിലിയം വർക്ക് ചെയ്യുന്നത്. സോ ഇറ്റ്സ് നോട്ട് സോ ഇമ്പോർട്ടൻറ്റ്, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരിക്കുക. സോ നെക്സ്റ്റ് വൺ ഇസ് ഗ്വാനത്തിഡിൻ ആണ്. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ആൻറ്റി ഹൈപ്പർടെൻസീവ് ഏജന്റ് ആണ് ഒരു ഗ്വാനത്തിഡിൻ എന്ന് പറഞ്ഞാൽ. സെലക്റ്റീവ്ലി ഇൻഹിബിറ്റ് ട്രാൻസ്മിഷൻ ഇൻ പോസ്റ്റ് ഗാംഗ്ലിയോണിക് അഡ്രെനർജിക് നെർവ്. സോ എന്ത് ചെയ്യുന്നു, ട്രാൻസ്മിഷൻ, നമ്മുടെ പോസ്റ്റ് ഗാംഗ്ലിയോണിക് അഡ്രെനർജിക് നെർവിൽ ഉണ്ടാകുന്ന ട്രാൻസ്മിഷനെ സെലക്റ്റീവ്ലി ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സിമ്പത്തറ്റിക് ന്യൂറോ എഫക്റ്റർ ജംഗ്ഷനിലും ആക്ട് ചെയ്യാറുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നോറെപ്പിനെഫ്രിൻ്റെ റിലീസിനെ ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ട് ലീഡിങ് ടു ഗ്രാൻഡുൽ ഡിപ്ലീഷൻ ഓഫ് എനി സ്റ്റോറേജ് ഇൻ നെർവ് എൻഡിങ്. സോ എന്ത് ചെയ്യുന്നു, നമ്മുടെ നെർവ് എൻഡിങ്ങിലുള്ള സ്റ്റോറേജിന് എന്ത് ചെയ്യുന്നു, നമ്മൾ ഗ്രാജുവലി ഡിപ്ലീഷൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇൻഹിബിറ്റ് ചെയ്ത് റിലീസ് കുറയ്ക്കുന്നത് കേട്ടോ. സോ ഇത് കോമൺലി കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് ആ ഒരു ക്ലാസിഫിക്കേഷൻ വെച്ച് നമുക്ക് കുറേ പഠിക്കാൻ പറ്റും. സോ ഇത് സമ്മറിയാണ്. ആൽഫ, ബീറ്റ, കമ്പൈൻഡ് ആൻഡ് നോറെപ്പിനെഫ്രിൻ സ്റ്റോറേജ് റിലീസ് ഇൻഹിബിറ്റേഴ്സിൻ്റെ. സോ ഇത് പഠിച്ചു വെക്കുക. ഇത് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വാരിക്കോരിയൊക്കെ എഴുതാനായിട്ട് പറ്റുന്നതാണ്. സോ ഡ്രഗ്സ് ആണ്, ക്ലാസിഫിക്കേഷൻ ആണ്, മെക്കാനിസം ആണ്. എനിക്ക് പറഞ്ഞുതരാൻ മാത്രമേ പറ്റുള്ളൂ. നിങ്ങൾക്ക് വെറുതെ എന്താ പറയുക, ഷോർട്ട് കട്ടൊന്നും പറയാൻ പറ്റത്തില്ല. ചിലതൊക്കെ പഠിച്ചേ പറ്റൂ. അറ്റ്ലീസ്റ്റ് മിനിമം 2 ഡ്രഗെങ്കിലും പഠിച്ചു വെക്കുക ഒരു ക്ലാസിഫിക്കേഷൻ അണ്ടറിൽ, ബിക്കോസ് ഇറ്റ്സ് സോ ഇമ്പോർട്ടൻറ്റ്. So next one, thank you.